നമ്മളിതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ട്സിൽ വരിക. ഇവിടെ ഇമ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഓപ്പൺ ഫയൽ എന്നൊരു ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ സെലക്ട് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇവിടെ വേറൊരു ബട്ടൺ ഉണ്ട്, ഇമ്പോർട്ട് ന്യൂ മോഡൽ എന്നുണ്ട്. ഇമ്പോർട്ട് ന്യൂ മോഡൽ കൊടുത്താൽ മതി. സെലക്ട് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത ഫയൽസ്, നേരത്തെ ഞാൻ ഇമ്പോർട്ട് ചെയ്ത ഫയലായിരിക്കും എനിക്കിവിടെ കാണുക. ഇമ്പോർട്ട് ന്യൂ മോഡൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻസ് കാണിക്കും. എന്താണ്? ഫയൽ നെയിം ഓപ്ഷൻ വിട്ടേക്കുക. ഇവിടെ നോക്കുക 3D ഒബ്ജക്റ്റ് ഫയൽ. 3D ഒബ്ജക്റ്റ് ഫയലിനകത്ത് അവർ കാണിക്കുന്നുണ്ട് ഏതൊക്കെ ടൈപ്പ് ഫയൽസ് ഇതിനകത്തോട്ട് ലുമിയോണിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. DAE, star.DAE, star.fbx, star.skp. അപ്പോൾ ഇതിനകത്ത് പരിചയമുള്ളൊരു 3D Max പഠിച്ചവർക്ക് പരിചയം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഫയൽ ഫോമാറ്റാണ് star.fbx. ഈ FBX ഫോമാറ്റിലുള്ള ഫയൽ വളരെ കംഫർട്ടബിൾ ആയിട്ട്, വളരെ കൺവീനിയൻ്റ് ആയിട്ട്, വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഒട്ടുമിക്ക 3D സോഫ്റ്റ്വെയർസിലും വെൽക്കമബിൾ ആയിട്ടുള്ള ഒരു ഫോമാറ്റാണ് star.fbx. നെക്സ്റ്റ് വരുന്നുണ്ട് .dfx, .dwg, പിന്നെ DAE. ഇതെല്ലാം 3D ഫയൽസിൻ്റെ തന്നെയാണ്. FBX വീണ്ടും കാണിക്കുന്നുണ്ട്. സ്കെച്ച് ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും, മാക്സ് ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും, 3ds മാക്സിൻ്റെ ഫയൽ. പിന്നെ 3ds മാക്സിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന .3ds ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. OBJ ഫയൽ ഓഫ് മായ, ഓട്ടോഡെസ്കിൻ്റെ മായ എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൻ്റെ ഫോമാറ്റാണ് .obj. അപ്പോൾ OBJ ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ KMZ നമുക്ക് പരിചയമുള്ളൊരു ഫോമാറ്റ് അല്ല സിവിൽ ഡിസൈൻകാർക്കൊന്നും. അപ്പോൾ അതുകൊണ്ട് OBJ, 3ds Max, FBX, പിന്നെ DWG, ഇത്രയും ഫയൽസ് മതി. നമുക്ക് ധാരാളം ഇത്രയും ഫോമാറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് കൊണ്ടുവരുന്ന കാര്യമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പം 3D Maxൽ ഒരു സീൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു 3D മോഡൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ ഇവിടെ കൊണ്ടുവരുന്നിട്ട് ബോക്സ് ആകാം, വേറെ എന്തെങ്കിലും ആകാം, ഒരു സാമ്പിളിന് വേണ്ടി നമ്മൾ ചെയ്യുവാണ്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് 3ds Maxൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ എന്താ ഒരു ബോക്സ് എടുക്കുന്നു, പിന്നെ ഒരു സിലിണ്ടർ എടുക്കുന്നു. ഓക്കെ, 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 3D മോഡൽസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പ്രസ് ചെയ്യുന്നു. ഓരോന്നിനും ഓരോ മെറ്റീരിയൽ, ഇവിടെ സ്ലോട്ട്സിൽ നിന്ന് ഓരോ മെറ്റീരിയൽ അസൈൻ ചെയ്യുന്നു. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് അതിലോട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ കളർ ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. മെറ്റീരിയൽ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണെന്ന് കാണാൻ വേണ്ടി മാത്രം. അടുത്തത് അങ്ങോട്ടിട്ടു. അടുത്തതിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യുന്നു. സം ഡിഫറെൻറ്റ് കളർ, ഏതെങ്കിലും ഒരു കളർ ചേഞ്ച് ചെയ്താൽ മതി, കുഴപ്പം. മീൻസ് ഏതെങ്കിലും കളറോട്ട് മാറ്റിയാൽ മതി. ഇന്ന സ്പെസിഫിക് കളർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലല്ല ഞാൻ ചെയ്യുന്നത്. 3 സ്ലോട്ട് വേണം, കാണുന്നവർക്ക് അത് മനസ്സിലാവണം. മൂന്ന് സ്ലോട്ടാണ് എന്ന് മനസ്സിലാവാൻ വേണ്ടി 3 ഡിഫറെൻറ്റ് കളേഴ്സ് ഞാൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നമുക്കത് സേവ് ചെയ്യാം. മാക്സ് ഫയൽ ലൂം എന്ന് പേര് കൊടുത്തു. 3ds മാക്സ് ഫയലാണ്. ആദ്യം അതിനെ കിട്ടുമില്ലെന്ന് നോക്കാം. ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ ലുമിയോണിലോട്ട് പോവാണ്. ഇവിടെ വന്നിട്ട് ഇതാ ഇമ്പോർട്ട് ഫയൽ വന്നു. മാക്സ് ഫയൽ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. നമുക്കിവിടെ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ലുമിയോണിൽ പാർട്ട് 3 എന്നൊരു ഫോൾഡറിനകത്ത് മാക്സ് ഫയൽ .lum.max എന്നൊരു ഫയലുണ്ട്. ദിസ് ഇസ് ദ നെയിം ഫോർ യുവർ ഇമ്പോർട്ടഡ് മോഡൽ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇമ്പോർട്ട് ആനിമേഷൻസ്. നമുക്ക് ഈ ഫയലിനകത്ത് ആനിമേഷൻസ് ഒന്നുമില്ല. സോ നമ്മളിവിടെ ടിക്ക് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. ടിക്ക് ഓൺ ചെയ്യാം, ടിക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, അത് നമ്മുടെ ഇഷ്ടം. ടിക്ക് ഓൺ ചെയ്യാം, ടിക്ക് ഓഫ് ചെയ്യാം, നമ്മുടെ ഇഷ്ടം. ഓക്കെ, ആൻഡ് കാറ്റഗറി ഫോൾഡർ അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ജസ്റ്റ് ആഡ് ടു ലൈബ്രറി കൊടുക്കുക. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ഡിപ്പെൻസ് അപ്പോൺ യുവർ PCs ഓർ ലാപ്ടോപ്സ് സ്പീഡ്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ബിക്കോസ് ലുമിയോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ 3D സോഫ്റ്റ്വെയർസ് എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഗ്രാഫിക്കലി എക്സ്പെൻസീവ് ആണ്. ഗ്രാഫിക്കലി എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സറിൻ്റെയും ഗ്രാഫിക് കാർഡിൻ്റെയും പവർ മാക്സിമം ഊറ്റിയെടുക്കുന്ന ഒരു ഊറ്റിയെടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അത് നമ്മുടെ ഫയൽ ഇമ്പോർട്ട് ചെയ്തപ്പം അത് ആഡ് ടു ലൈബ്രറി എന്നൊരു ഓപ്ഷൻ കൊടുത്തു. കുറച്ച് ടൈം എടുത്തെങ്കിലും അത് ലൈബ്രറിയിലോട്ട് ആഡ് ആയിട്ടുണ്ട്. സോ ഞാൻ അതിനെ ക്ലിക്ക് ചെയ്യുവാണ്. സെലക്ട് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തു. കണ്ടോ, അത് വന്നു. ഞാൻ അതിനെ ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്ത്
കൊടുക്കാൻ പോവാണ്. ഓക്കെ, അവിടെ കൊടുത്തു. എന്നിട്ട് ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സ് അങ്ങോട്ട് പ്ലേസ് ചെയ്തു. എന്നിട്ട് ഞാൻ അടുത്തോട്ട് പോവാണ്. W പ്രസ് ചെയ്തു. കുറച്ചുകൂടി ഫാസ്റ്റ് ആവാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തു. ഓക്കെ, സ്ലോ ചെയ്യാനായിട്ട് എസ് പ്രസ് ചെയ്തു. എന്നിട്ട് D പ്രസ് ചെയ്തിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുവാണ്. ഓക്കെ, അതിന് ചുറ്റും ഒന്ന് പോകാനായിട്ട്. നല്ല ഹെവിലി എക്സ്പെൻസീവാണ് ഗ്രാഫിക്കലി, അതുകൊണ്ടാണ് നല്ല ടൈം എടുക്കുന്നുണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴൊക്കെ. മെറ്റീരിയൽസിലോട്ട് കയറുന്നു. ക്ലിക്ക് ഓൺ ആൻ ഇമ്പോർട്ടഡ് മോഡൽ ടു മോഡിഫൈ ഇറ്റ്സ് മെറ്റീരിയൽ എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ലെഫ്റ്റ് സൈഡിൽ ഡൗൺ കോർണറിൽ നമുക്ക് കാണാം മെറ്റീരിയൽ എഡിറ്റർ. ക്ലിക്ക് ഓൺ ആൻ ഇമ്പോർട്ടൻറ്റ് മോഡൽ ടു മോഡിഫൈ ഇറ്റ്സ് മെറ്റീരിയൽ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് മോഡലിനെ കാണിച്ചു കൊടുക്കണം. സോ ക്ലിക്ക് ചെയ്തു ഇമ്പോർട്ടൻറ്റ് മോഡലിനെ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കണ്ടോ മെറ്റീരിയൽ ലൈബ്രറി ഓപ്പൺ ചെയ്തു. ഓക്കെ, സോ വി ഹാവ് 4 tabs here. First one is nature, second one is indoor, and third one is outdoor. Fourth one through which we can make custom textures. അപ്പോൾ നമുക്ക് നേച്ചറിലോട്ടൊന്ന് പോയി നോക്കാം. നേച്ചറിൽ നോക്കുമ്പോൾ കണ്ടോ കുറേ കാര്യങ്ങളിവിടെ ഉണ്ട്. ഞാൻ ഇവിടെ റോക്ക് സെലക്ട് ചെയ്യുവാണ്. റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ റോക്കിൻ്റെ കാറ്റഗറീസ് വരുന്നുണ്ട്. ഞാനിപ്പം ഇവിടെയുള്ള റോക്സ് അല്ലാത്ത ഒരു റോക്ക് സെലക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കാരണം സീനിലുള്ള റോക്ക് സെലക്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയില്ല. സോ ഞാൻ ഈ ഒരു റോക്ക് എടുക്കുകയാണ്, വിച്ച് ഈസ് ലാൻഡ്സ്കേപ്പ് 02C. സോ ക്ലിക്ക് ചെയ്തു. നമ്മുടെ 3D മോഡലോട്ട് അത് വന്നു. നോക്കി, കണ്ടില്ലേ, വന്നു. ഓക്കെ, നമുക്കൊന്ന് അടുത്തോട്ട് പോയി നോക്കാം എന്താണ് ടെക്സ്ചർ ആക്ച്വലി എന്ന് നോക്കാം. കണ്ടോ എത്ര റിയലിസ്റ്റിക് ആണെന്ന് നോക്കി. ഇനി നമുക്ക് അടുത്ത 3D മോഡലിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു മെറ്റീരിയലിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഗ്ലോസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, റിഫ്ലക്ടിവിറ്റി ഉണ്ട്. റിഫ്ലക്ടിവിറ്റി കുറവാണ്, ഞാൻ റിഫ്ലക്ടിവിറ്റി ഒന്ന് കൂട്ടി വെക്കുവാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഗ്ലോസ് കൂട്ടുക. അപ്പോൾ ലൈറ്റ്സ് ഉണ്ടെങ്കിൽ, ലൈറ്റ്സ് ഇതിൻ്റെ മേലെ ഡയറക്റ്റ് അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിഫ്ലക്ടിവിറ്റി നല്ലതുപോലെ കൂടും. അപ്പോൾ സ്കെയിൽ ഓപ്ഷൻ കൂടുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ നോക്കിക്കോണേ. കണ്ടോ ഇതിൽ വന്നേക്കുന്ന കാര്യങ്ങൾ, സ്കെയിൽ കൂടിയപ്പോഴത്തേക്ക് ഇതിന് അകത്തുള്ള ഓരോ റോക്ക് പീസും വലുതായി. ഗ്രാഫിക്കലി എക്സ്പെൻസീവ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. കണ്ടില്ലേ, വല്ലാതെയായി. റിസൾട്ട് കാണിക്കാൻ ഇച്ചിരി പാടുപെടുന്നുണ്ട്. ഇനി സ്കെയിലിംഗ് ഞാൻ വളരെ ബാക്കിലോട്ട് തിരിച്ചു കൊണ്ടുവരുവാണ്. കണ്ടോ സ്കെയിൽ ഇമ്പോർട്ടഡ് ടെക്സ്ചർ കോർഡിനേറ്റ്സ് ഇത്രയായി. ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ ആക്കി കഴിഞ്ഞാലോ, കണ്ടോ തിരിച്ചു വന്നു. അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതാണ് ചെയ്യുന്ന രീതികൾ. ഇനി അടുത്ത മോഡലിനെ സെലക്ട് ചെയ്തു. അടുത്ത മോഡലിനെ സെലക്ട് ചെയ്തിട്ട് ഇൻഡോറിൻ്റെ ഒരു ടാബ് സെലക്ട് ചെയ്തു. എന്നിട്ട് അവിടെ ഞാൻ വുഡൻ പീസ് കൊടുക്കുകയാണ്. ഓർ വി ക്യാൻ ഗിവ് സം ലെതർ. എല്ലാം ഉണ്ട് ഇവിടെ. ലെതർ കൊടുക്കാം. ബ്ലാക്ക് ലെതർ സെലക്ട് ചെയ്തു. നമുക്കത് അടുത്തോട്ട് പോവാം. കണ്ടോ ഇത് കുറച്ച് അതിനകത്തോടെ പിയേഴ്സ് ചെയ്ത് കയറി. ഇനി നിങ്ങൾ നോക്കി, ഇത് കുറച്ച് നാവിഗേഷൻ കുറച്ച് പാടാണ്. സ്പീഡില്ലാത്ത സിസ്റ്റം ആണെങ്കിൽ പ്രത്യേകിച്ച്. സ്ലോലി ബാക്കിലോട്ട് വരുന്നു. ഓക്കെ, ആ ലെതറിൻ്റെ ടെക്സ്ചർ നമുക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്, എക്സാക്റ്റ്. കണ്ടില്ലേ, ആ ടെക്സ്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഗ്ലോസും റിഫ്ലക്ടിവിറ്റിയും സ്കെയിലും എല്ലാം ഇതുപോലെ മാറ്റാൻ പറ്റും. അതാണ് കാണുന്നത്. ഓക്കെ, നൗ ഗോയിങ് ടു ദ തേർഡ് 3D മോഡൽ. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ആ 3D മോഡൽ സെലക്ട് ആവും. ഓക്കെ, ഔട്ട്ഡോർ നമുക്ക്
സെലക്ട് ചെയ്യാം. ഔട്ട്ഡോറിൻ്റെ ടാബിലോട്ട് പോകുന്നു. എന്നിട്ട് അവിടെ എനിക്ക് കയ്യിലുള്ളത് കുറച്ച് എന്താണ് ബ്രിക്സിൻ്റെ ഉണ്ട്. സോ ബ്രിക്ക് പറഞ്ഞ് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കിക്കോണം, ഇവിടെ ബ്രിക്ക് വരും. ഓക്കെ, സീ ദാറ്റ്. ഓക്കെ, ഇതിൻ്റെ സ്കെയിൽ ഞാൻ ചെയ്യുകയാണ്. ആണോ, സ്കെയിലിംഗ് ചെയ്യുമ്പോൾ സ്കെയിൽ അപ്പ് ചെയ്തു. ഇവിടെ 20.09 സംതിങ് വന്നിട്ടുണ്ട്. തിരിച്ച് ബാക്കിലോട്ട് കൊണ്ടുപോവാണ്. കണ്ടോ, വളരെ വളരെ ചെറിയൊരു രീതിയിലോട്ട് മാറി. ഇപ്പോഴത്തെ വാല്യൂ 0.2 ആണ്. കുറച്ചുകൂടി വലുതാക്കുവാണ്. 0.3, 3.5. അപ്പോൾ അങ്ങനെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. സോ ക്ലാസ്സിൽ നമ്മൾ ടെക്സ്ചറിങ്ങിനെ കുറിച്ചൊരു ബേസ് കിട്ടി. പിന്നെന്തൊക്കെയായിരുന്നു, 3D മോഡൽസ് ഫോറിൻ സോഫ്റ്റ്വെയർസിൽ നിന്ന് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഔട്ട് ഓഫ് ലുമിയോൺ, ലൈബ്രറി ഔട്ട് ഓഫ് ലുമിയോൺ, നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റം 3D മോഡൽസ് എങ്ങനെ വേറെ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സും എന്തെങ്കിലും കമൻസും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.